ഓം ശാന്തി. പോസിറ്റീവായി ചിന്തിക്കണം. എൻ്റെ മനസ്സിൽ എല്ലാ സമയത്തും നല്ല ചിന്തകളെ, ശുഭചിന്തകളെ അഥവാ പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. പക്ഷേ പലപ്പോഴും സ്വന്തം മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം, എന്തു ചെയ്യണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും അറിയാതെയാണെങ്കിലും നെഗറ്റീവ് ചിന്തകൾ വരുന്നതും. അത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് സ്ഥിരമായി പ്രവഹിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിക്കുന്നതും. അതുകൊണ്ട് ഇന്ന് എങ്ങനെ നമ്മുടെ മനസ്സിനെ നമുക്ക് പോസിറ്റീവായിട്ട് ട്രെയിൻ ചെയ്യാം ചിന്തിക്കാൻ വേണ്ടി, അതിനെക്കുറിച്ച് കാണാം. പറയുമ്പോൾ ഒരു കൊച്ചു കഥ ഓർത്തു പോവുകയാണ്. ഒരു രാജാവിൻ്റെ അടുത്ത് 3 കുതിരകളുണ്ടായിരുന്നു. ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത കുതിരകൾ. ആ കുതിരകളെ ട്രെയിൻ ചെയ്യുന്നവർക്ക് രാജാവ് വലിയ വലിയ സമ്മാനങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പല ആളുകളും വന്നു ആ കുതിരകളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി. പക്ഷേ കുതിരപ്പുറത്തുനിന്ന് വീണ് അവരുടെ കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, നടുവൊടിഞ്ഞു, ഇങ്ങനെ ഒടിഞ്ഞു നുറുങ്ങി പോകുന്നതല്ലാതെ ആ കുതിരകളെ നിയന്ത്രിക്കാൻ ആർക്കും സാധിച്ചില്ലായിരുന്നു. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആൾ വന്ന് രാജാവിനോട് പറയുകയാണ്, അങ്ങയുടെ കുതിരകളെ ഞാൻ തീർച്ചയായിട്ടും ട്രെയിനിങ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ രാജാവ് പറയും, എത്രയോ പേര് വന്നു, എക്സ്പെർട്ടായിട്ടുള്ള കുതിര ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ വന്നു, അവരെല്ലാം ഈ കുതിരകൾ കുടഞ്ഞെറിഞ്ഞ് വീഴ്ത്തി ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. നീ എന്തിനാണ്, ഇവർ നേരെയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നീ എന്തിനാണ് നിൻ്റെ ജീവിതം റിസ്കി ആക്കണമെന്ന് ചോദിക്കുക. പറയല്ല, എനിക്ക് അങ്ങ് ഈ കുതിരകളെ എൻ്റെ സ്ഥലത്ത് കൊണ്ടുപോകാനുള്ള അനുമതി തന്നാൽ മതി, തീർച്ചയായിട്ടും ഞാൻ ഇവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാമെന്ന് പറയും. അങ്ങനെ ഈ 3 കുതിരകളെയും കൊണ്ട് ഈ ചെറുപ്പക്കാരൻ പോയി. ഈ 3 കുതിരകളെയും ചെറുപ്പക്കാരൻ്റെ വീട്ടിലെത്തിച്ചു കൊടുത്തു. അങ്ങനെ 3 കുതിരകളെയും കൊണ്ട് അയാൾ പോയി കഴിഞ്ഞ ശേഷം ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, 1.5 മാസമാവാനായി. രാജാവ് വിചാരിച്ചു, ഈ കുതിരകൾ ഈ ചെറുപ്പക്കാരനെ തള്ളിമറിച്ചിട്ട് എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ഇവരെ നിയന്ത്രിക്കാനൊന്നും അയാൾക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിരകളുടെ ശബ്ദം, കുതിര ചെനയ്ക്കുന്ന ശബ്ദം കേൾക്കുകയാണ് രാജാവ്. അപ്പോൾ രാജാവ് അത്ഭുതപ്പെട്ടു പോയി. പുറത്ത് നോക്കുമ്പോൾ ഈ 3 കുതിരകളും ഒന്നിൻ്റെ പിന്നാലെ മറ്റൊന്നായിട്ട് ഇങ്ങനെ ശാന്തമായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ രാജാവ് അത്ഭുതത്തോട് കൂടിയിട്ട് ഈ ചെറുപ്പക്കാരനോട് പോയി ചോദിക്കുകയാണ്, എങ്ങനെയാണ് നിനക്ക് ഇവരെ ട്രെയിൻ ചെയ്യാനായിട്ട് സാധിച്ചത് എന്ന്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയും, ഞാൻ ഇവരെ ഓടുന്ന സമയത്ത് ഇവരെ ഒരിക്കലും ഞാൻ ആദ്യം നിയന്ത്രിച്ചില്ല. ഇവരെവിടേക്കാണ് പോകുന്നത്, എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇവർക്ക് ഫ്രീഡം കൊടുത്തുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് ഓടാനും ചാടാനും വിട്ടു. ഒപ്പം ഒരു നിയന്ത്രണത്തിനുള്ളിൽ വെച്ചുകൊണ്ട് ഓടാൻ വിട്ട് ഞാൻ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. അവർ ഓടുമ്പോൾ ഞാനും ഓടുമായിരുന്നു, അവർ കഴിക്കുമ്പോൾ ഞാൻ കഴിച്ചു, ആ കുതിരകൾ ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങി. അങ്ങനെ ഞാൻ കുതിരകളുമായിട്ടൊരു സൗഹൃദം സ്ഥാപിച്ചു. അഥവാ കുതിരകൾക്ക് കുതിരകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഞാൻ എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ ഞാൻ അവരോട് പെരുമാറി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഓരോ കുതിരയുടെയും പുറത്ത് ജീനി വെച്ച് കെട്ടിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവരത് വലിച്ചെറിഞ്ഞ് കളഞ്ഞു. വീണ്ടും വെച്ച് കെട്ടി. പതുക്കെ അവർക്ക് അതും ഒരു ശീലമായിട്ട് മാറി. പിന്നെ ഞാൻ അവർക്ക് ബെൽറ്റ് ഇട്ടു, അവരതിന് ഒരുപാട് വിഗ്രസായി മാറി. അവരതെല്ലാം വലിച്ചു പൊളിച്ചു കളഞ്ഞു. വീണ്ടും ഞാൻ ഇട്ടു. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അവരെ പഠിപ്പിച്ചു, കാപ്പ് കെട്ടി. ഇപ്പോൾ ഈ കുതിരകൾ ഞാനും ഭയങ്കര ഫ്രണ്ട്സാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പിന്നാലെ നടക്കാൻ വിധം ഇവരെ യോഗ്യരാക്കിയെടുത്തു. ഇങ്ങനെ പതുക്കെ ഈ കുതിരകളുമായിട്ടുള്ള സൗഹൃദം സ്ഥാപിച്ചു. ആ സൗഹൃദത്തിൻ്റെ ആധാരത്തിൽ ഞാനും അവരും ഒന്നെന്നുള്ള വിചാരം അവർക്ക് വന്നു. ഞാൻ നടക്കുമ്പോൾ എൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. എന്നോടുള്ളതായിട്ടുള്ള വിശ്വസ്തത ഞാനിവിടെ വളർത്തിയെടുത്തു എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ രാജാവാകെ അത്ഭുതപ്പെട്ടു പോയി. ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യം. ഈ 3 കുതിരകൾ മറ്റാരുമല്ല, നമ്മുടെ തന്നെ ഇൻറ്റേർണൽ ആയിരിക്കുന്ന ഓർഗൻസ് അഥവാ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാകുന്ന മനസ്സ്, ബുദ്ധി, സംസ്കാരം എന്ന് പറയുന്നതാണ്. നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും സംസ്കാരത്തെയും നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് മനസ്സുമായും നമ്മുടെ ബുദ്ധിയായും സംസ്കാരമായിക്കൊണ്ടും ഒരു നല്ല സൗഹൃദം സ്ഥാപിക്കാൻ സാധിക്കണം. പിടിച്ചടക്കി വെച്ച മനസ്സ് അത് പൊട്ടിച്ചോടാൻ നോക്കുകയുള്ളൂ. എങ്ങനെയായിരുന്നു കുതിര പുറത്ത് കയറുന്നവരെ വീഴ്ത്തി കയ്യും കാലും ഒടിപ്പിക്കുന്നത്, അതുപോലെ മനസ്സ് കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അനിയന്ത്രിതമായിട്ട് ഓടുകയും എനിക്ക് ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്നുള്ളതായിട്ടുള്ള വിചാരധാര കൊണ്ടുവന്നുകൊണ്ട് മനസ്സിനുള്ളിൽ സ്വയം മുറിവേറ്റവനായി തീരുകയും മനസ്സ് അതിൻ്റെ ഇഷ്ടത്തിനോടുകയും ചെയ്യും. ബുദ്ധിനെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ വേണ്ടതും വേണ്ടാത്തതുമായിരിക്കുന്ന ദൃശ്യങ്ങളെ കാണിച്ചു തന്നുകൊണ്ട് മനസ്സിൽ വൈകാരികമായ ഭാവങ്ങളെ ഉണർത്തിവിട്ട് എവിടേക്കെങ്കിലും നയിച്ചുകൊണ്ട് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ ബുദ്ധിയും ചെയ്യും. സംസ്കാരത്തിൻ്റെ മേലെ കൺട്രോളിങ് നമുക്കില്ല എങ്കിൽ അരുത് എന്ന് വിചാരിക്കുന്ന കാര്യം, ചെയ്യില്ലെന്ന് വിചാരിക്കുന്ന കാര്യം സ്വാഭാവികമായി ചെയ്തു പോവുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലെ സദാകാല നാശം ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ 3ൻ്റെ മേലെ, സംസ്കാരത്തിന് മേലെ, ബുദ്ധിയുടെ മേലെ, മനസ്സിൻ്റെ മേലെ,
മനസ്സുബുദ്ധി സംസ്കാരങ്ങൾക്ക് മേലെ കൺട്രോളിങ് കൊണ്ടുവരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഘടകമാണ്. പക്ഷെ മനസ്സുബുദ്ധി സംസ്കാരത്തിൻ്റെ മേലെ കൺട്രോളിങ് നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മനസ്സെന്താണ്, ബുദ്ധി എന്താണ്, സംസ്കാരം എന്താണെന്ന് അറിയണം. ഞാൻ ചുരുക്കി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. മനസ്സെന്ന് വെച്ചാൽ നമ്മുടെ ചിന്താശക്തിയാണ്. ബുദ്ധി എന്ന് വെച്ചാൽ നിർണയശക്തി അഥവാ ഉൾക്കാഴ്ചയാണ്. സംസ്കാരം എന്ന് പറയുന്നത് നിരന്തരമായിട്ടൊരു കർമ്മം ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുണ്ടാകുന്ന പ്രഭാവം, ദ സെയിം വേൽ കർമ്മം ചെയ്യാനുള്ളതായിട്ടുള്ള എനർജി ആക്ടിവേറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ സംസ്കാരം, ഇപ്പോഴുള്ള സംസ്കാരം. അതേസമയം നമ്മുടെ ഒറിജിനൽ സംസ്കാരം എന്ത് നമ്മളൊരാൾ ചോദിച്ചാൽ നിങ്ങൾ തിരിച്ച് ചോദ്യം അവനോട് ചോദിച്ചു നോക്കൂ, എന്തിനു വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു? ഒരുപാട് ധനമുണ്ടായി സന്തോഷമില്ല, സ്നേഹമില്ല, പരസ്പര വിശ്വാസമില്ല, ആ ജീവിതം വ്യർത്ഥമായതായിട്ട് നമുക്ക് തോന്നിപ്പോവും. ഒരുപാട് പേരുണ്ട്, പ്രസിദ്ധിയുണ്ട്, പുറത്തുള്ളവരെല്ലാം നമ്മളെ മാനിക്കുന്നുണ്ട്, വീട്ടിൽ വരുമ്പോൾ നമ്മൾ ആർക്കും വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയാം എൻ്റെ ജീവിതം ഒരു ഫെയിലിയർ ആണെന്ന് പറയും. അപ്പം അതുകൊണ്ട് മനസ്സ് ബുദ്ധി സംസ്കാരങ്ങൾക്ക് മേലെ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ സംസ്കാരത്തിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. ഒറിജിനൽ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഏതൊരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം വന്ന് നോക്കിയാലും ഈവൻ നമ്മളൊന്ന് നോക്കിയാൽ മതി. നമ്മുടെ സിമ്പിളായിട്ടുള്ള കാര്യം, എന്തിനാണ് നമ്മൾ വെൽ ഡ്രസ്ഡ് ആവുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിന് ആധാരമാണ്. നന്നായി ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നും. ആ കോൺഫിഡൻസ് തോന്നിയിട്ട് എന്താ വേണ്ടേ? കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റും. നന്നായി കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ വേണ്ടേ? എൻ്റെ മനസ്സിന് സംതൃപ്തി കിട്ടും. എനിക്ക് ആവശ്യം എൻ്റെ മനസ്സിൻ്റെ സന്തോഷവും ശാന്തിയുമാണ്. ചെയ്യുന്നത് പല ആക്ടിവിറ്റീസിലൂടെ. ഒരുപാട് പ്രോഗ്രാംസിൽ പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പലരോടും ഞാൻ ഇത് ചോദിച്ചു നോക്കിയിട്ടുണ്ട്. ഈവൻ കമ്മലിടുന്നത് എന്തിനാ, മാലിടുന്നത് എന്തിനാ, വാച്ച് കെട്ടുന്നത് എന്തിനാ, ഡ്രസ്സ് ഇടുന്നത് എന്തിനാ, എല്ലാ ആക്ടിവിറ്റിക്കും പിന്നാലെ ജോലിക്ക് പോകുന്നത് എന്തിനാ, എല്ലാത്തിനും അവസാന ക്വസ്റ്റ്യനും എല്ലായിടത്തും എനിക്ക് ഉത്തരം കിട്ടിയിട്ടുള്ളത് സന്തോഷം വേണം, സ്നേഹം വേണം, ശാന്തി വേണം. വേണ്ടത് സ്നേഹം, ശാന്തി, സന്തോഷം, ആനന്ദമൊക്കെയാണ്. തിരയുന്നത് പുറത്തെ ലോകത്താണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിരിക്കുന്ന എൻ്റെ ഒറിജിനൽ സംസ്കാരമായിരിക്കുന്ന സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, ഇത്തരം ഗുണങ്ങളുടെ മേലെ പൂർണ്ണമായിട്ടുള്ള അറിവോടുകൂടി സ്വയം ഞാൻ ആരെന്ന് തിരിച്ചറിയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന അന്തരാത്മാവാകുന്ന ഞാൻ എന്താണ്, എൻ്റെ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി എന്താണെന്നതായിട്ടുള്ള അകത്തേക്കുള്ള ഒരു യാത്ര, ആ യാത്രയാണ് ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അകത്തേക്ക് യാത്ര ചെയ്ത് ദിവസവും കുറച്ച് സമയം നമുക്കൊപ്പം സ്വയം നമുക്ക് തന്നെ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ, നമ്മുടെ കമ്പനിയിൽ സ്വയം നമുക്കിരിക്കാൻ സാധിക്കുമെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളതായിട്ടുള്ള ഈ ക്വാളിറ്റീസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. ഈ ക്വാളിറ്റീസിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എവിടെയാണോ ഈ ഗുണങ്ങൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് അവിടെ മനസ്സ് ആ ഗുണങ്ങളിൽ രമിക്കാൻ തുടങ്ങും. മനസ്സ് ഇത്തരം പോസിറ്റീവായിരിക്കുന്ന ഗുണങ്ങളിൽ ആനന്ദിക്കാൻ തുടങ്ങുമ്പോൾ ബുദ്ധി എപ്പോഴും നല്ല ദൃശ്യങ്ങൾ മാത്രം കാണിച്ചു തരാൻ തുടങ്ങും. മനസ്സും ബുദ്ധിയും നല്ല വഴിക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ പിന്നാലെ പതുക്കെ പതുക്കെ സംസ്കാരം അവരുടെ ഒരു നിഴല് പോലെ കൂടെ വരാൻ തുടങ്ങും. അതുകൊണ്ട് ആദ്യം ഞാൻ സ്വയം എന്നോട് തന്നെ ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിച്ചുകൊണ്ട് ഞാൻ ആരെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ഉള്ളിൽ എനർജി നിറയ്ക്കാൻ വേണ്ടിയുള്ള മെത്തേഡാണ് രാജയോഗ മെഡിറ്റേഷൻ. നിങ്ങൾക്ക് ഇപ്പോൾ സെൻറ്ററുകളിൽ പോകാൻ പറ്റും, ചിലയിടത്ത് പോകാൻ പറ്റുന്നുണ്ട്, ചിലയിടത്ത് പോകാൻ പറ്റുന്നില്ല. പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഓൺലൈനിൽ രാജയോഗ മെഡിറ്റേഷൻ്റെ കോഴ്സസ് അവൈലബിൾ ആണ്. പഠിക്കുക, സ്വയം അവനവനെ അറിയുക, നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും നമ്മുടെ സംസ്കാരവുമായി കൊണ്ട് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുക. എങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് തോട്ടിനെ ക്രിയേറ്റ് ചെയ്യാനും നല്ലത് മാത്രം ചിന്തിക്കാനും ഇന്ന് നല്ലതായി ചിന്തിച്ച് നല്ലതായി പറഞ്ഞ് നല്ലതായി പ്രവർത്തിച്ച് നാളെ എല്ലാം നല്ലത് മാത്രം വരുന്നൊരു ഫ്യൂച്ചർ ഉണ്ടാവാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.